ഹായ് സുഹൃത്തുക്കളെ, യാത്രാ വ്ളോഗിൻ്റെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് മൈസൂർ വൃന്ദാവനിലാണ്. വൃന്ദാവൻ്റെ മെയിൻ ഗേറ്റിലെത്തി ടിക്കറ്റ് എടുക്കാൻ വേണ്ടി. ഒരാൾക്ക് ഒരു ടിക്കറ്റിന് 75 രൂപയാണുള്ളത്. ഈ ഫ്രണ്ടിൽ ഈ സൈഡുകളൊക്കെ ഒന്ന് നോക്കിയതിന് ശേഷം അകത്തേക്ക് കയറി. അകത്തുള്ള കാഴ്ചകൾ ഫുള്ള് കടകളാണുള്ളത്. ജ്യൂസ്, ചായ എല്ലാം കിട്ടുന്ന കടകൾ. അത് കഴിഞ്ഞ് അകത്ത് കടന്നപ്പം അടിപൊളി കാഴ്ചയായി കാണുന്നത് ജലധാരകൾ, വിവിധ കളറിലുള്ള മരങ്ങൾ മുഴുവനും ദീപാലങ്കൃതമായ കാവേരി നദിക്ക് കുറുകെ പണിത കൃഷ്ണരാജസാഗർ ഡാം. പല വർണ്ണങ്ങളുള്ള ജലാശയങ്ങൾ കാണാം. 60 ഏക്കറോളം വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്ന ഈ ഗാർഡനിനോട് ചേർന്ന് 75 ഏക്കർ വിസ്തൃതിയിൽ വരുന്ന ഗവൺമെൻറ്റിൻ്റെ ഉടമസ്ഥതയിലുള്ള ഹോർട്ടിക്കൾച്ചർ ഫാം, 30 ഏക്കറോളം വരുന്ന നാഗമല, 2 ഏക്കർ വരുന്ന ചന്ദ്രവന ഫലവൃക്ഷത്തോട്ടം എന്നിവ ഇവിടെ കാണാം. വൃന്ദാവൻ ഗാർഡൻ്റെ സ്ട്രക്ചർ 4ആയി തിരിച്ചിട്ടുണ്ട്. മെയിൻ ഗേറ്റ് നോർത്ത് വൃന്ദാവൻ, സൗത്ത് വൃന്ദാവൻ, ചിൽഡ്രൻസ് ഗാർഡൻ. മെയിൻ ഗേറ്റ് ന്യൂഡൽഹിയിലുള്ള ഇന്ത്യ ഗേറ്റിന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. 1927 തുടങ്ങിയ പണി 1932 അവസാനിച്ചത്. ആ കാണുന്ന ഈ വെള്ള ലൈറ്റുള്ള സ്ഥലത്താണ് കൃഷ്ണരാജസാഗർ ഡാം സ്ഥിതി ചെയ്യുന്നത്. ഇപ്പോൾ രാത്രി ആയതിനെക്കൊണ്ട് അത്ര ക്ലിയർ ഇല്ല. ലൈറ്റിൻ്റെ വെളിച്ചത്തിലേ നമുക്ക് കാണാൻ പറ്റൂ. കംപ്ലീറ്റ് പുൽത്തകിടുകളാണ്. അത് കഴിഞ്ഞ് വീണ്ടും ഫ്രണ്ടിലേക്ക് ചെന്നപ്പോൾ മ്യൂസിക് ഫണ്ടിൻ്റെ അടുത്തേക്ക് പോകുമ്പം കണ്ട വേറൊരു കാഴ്ച, ഡാമിൻ്റെ സൈഡിൽ തന്നെ ചെറിയൊരു ബോട്ട് സർവീസ് ഉണ്ട്. രാത്രി ഇല്ല, പകൽ. കാലത്ത് 10 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ ഉള്ളൂ. ഈ കാണുന്നത് അതെല്ലാം കണ്ട് ഞങ്ങൾ വീണ്ടും മുൻപോട്ട് പോയപ്പോൾ കണ്ണിന് കൗതുകമേറുന്ന കാഴ്ചകളായി കാണുന്നത്. വിവിധ ലൈറ്റുകൾ ഇട്ടിട്ട് ഇവിടെയൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി, ഇവിടെയൊക്കെ ഒന്ന് റെസ്റ്റ് ചെയ്ത് വീണ്ടും മുൻപോട്ട് നടന്ന്. അപ്പം ഈ മ്യൂസിക് ഫൗണ്ടിൻ്റെ സ്റ്റാർട്ടിങ് ടൈം 8 മണിക്കാണ്. 8 മണിക്ക് സ്റ്റാർട്ടാക്കും. 20 മിനിറ്റാണുള്ളത്. അവിടെയുള്ള എല്ലാ സംഭവങ്ങളും ദീപാലങ്കൃത മരങ്ങൾ, നമുക്ക് ദൂരെ നോക്കുമ്പോൾ അത് മരമായിട്ടാണ് തോന്നുന്നു. പക്ഷെ അടുത്തെത്തുമ്പോൾ ഇതാ കാണുന്നത് ഈ വെള്ളച്ചാട്ടങ്ങൾ ചെറിയ ചെറിയ.
ഫുൾ വാട്ടർ ഫാൾസുകളാട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ മ്യൂസിക് ഫൗണ്ടൻ്റെ അടുത്തെത്തി. ഇവിടെ ഒരു ഗാലറി ഉണ്ട്. അവിടെ പോയി ഇരുന്നു. അവിടുത്തെ കാഴ്ചകൾ കറക്റ്റ് 8 മണിക്ക് തുടങ്ങുമെന്നാണ് പറഞ്ഞത്. ഏകദേശം ഇനിയും 2 മിനിറ്റും കൂടി ബാക്കിയുള്ളൂ. ആ പരിപാടി സ്റ്റാർട്ടായി. ഇനി ഒരു 20 മിനിറ്റ് നമുക്കിത് കണ്ടിരിക്കാം.
പിന്നെ മൈസൂരിൽ നിന്ന് വരുന്നവർക്ക് മൈസൂർ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇങ്ങോട്ട് 20 കിലോമീറ്ററാണുള്ളത്. ബസ് ടിക്കറ്റ് 25 രൂപ ഒരാൾക്ക്. കർണാടക ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ്റെ ബസ്സുണ്ട്. വൈകുന്നേരം 5 മണി തൊട്ട് സർവീസാണ്, തിരിച്ചങ്ങോട്ടും ഉണ്ട്. കൃഷ്ണരാജ് സാഗർ KRS എന്നാണ് പറയുക, ടിക്കറ്റ് എടുത്താൽ മതി. അങ്ങനെ മ്യൂസിക് ഫൗണ്ടൊക്കെ കണ്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ വേറെ കാഴ്ച, മീൻ ഫ്രൈ. ഈ കൃഷ്ണരാജ് സാഗറിലെ ഡാമിലെ മീനാണ് ഇവിടെ ഫ്രൈ ചെയ്യുന്നത്. ഞങ്ങളെല്ലാവരും ഓരോന്ന് കഴിച്ചു. ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്